ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമി. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നാൽ അവസാനമായിട്ടുള്ള ടോപ്പിക്കാണ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ഓക്കെ, ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് ഹാഫ് BH, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ആ ഒരു ഇക്വേഷൻ എവിടെ നിന്നാ വന്നേ? ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത്, ആ ഒരു ലോജിക്ക് അറിയില്ലെങ്കിൽ ഒരു കാര്യം പറയാം. ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ പാരലലോഗ്രാം. ഒരു പാരലലോഗ്രാമിന്റെ അല്ലെങ്കിൽ ഒരു സാമാന്തരികത്തിന്റെ, സാമാന്തരികം എന്ന് പറയും, സാമാന്തരികത്തിന്റെ അല്ലെങ്കിൽ ഒരു പാരലലോഗ്രാമിന്റെ ഒരു ഭാഗമാണ് എന്ത്? ഇറ്റ്സ് എ ട്രയാങ്കിൾ. ഓക്കെ, നമ്മളൊരു സാമാന്തരികത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലെ? ബേസ് ഇൻറ്റു ഹൈറ്റ്. അതിനെ ഡയഗണലി ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ രണ്ട് തുല്യ ത്രികോണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോ ഒരു സാമാന്തരികത്തിന്റെ ഏരിയ എന്താണോ അതിന്റെ പകുതി ആയിരിക്കും എന്ത്? ട്രയാങ്കിളിന്റെ ഏരിയ. ഇനി ഒരു പാരലലോഗ്രാം അല്ലെങ്കിൽ ഒരു സാമാന്തരികം എടുത്തിട്ട് അതിനകത്ത് എവിടെ വേണമെങ്കിലും നമുക്കൊരു ട്രയാങ്കിൾ കൊണ്ടുവരാം. ഇതൊക്കെ നമ്മള് ഇതിന് മുൻപുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? ഏരിയ ഓഫ് എ ട്രയാങ്കിൾ, രണ്ട് പാരലൽ ലൈൻസിനിടയിൽ വരുന്ന എത്ര ട്രയാങ്കിൾ വരച്ചെന്ന് പറഞ്ഞാലും ആ ട്രയാങ്കിളിന്റെ എല്ലാം ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോ ഈ കാണുന്ന ട്രയാങ്കിളിന്റെ ഏരിയ എന്താണോ അത് തന്നെ ആയിരിക്കും എന്ത് വരാ? ഇതിന്റെ ഏരിയ. കാരണം രണ്ടും ഒരേ പാരലൽ ലൈനിന്റെ ഇടയിൽ വരുന്നതാണ്. അപ്പോ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഇക്വേഷൻ നമുക്ക് ഇറ്റ് ഈസ് ഹാഫ് BH. ഹാഫ് BH എന്നുള്ളൊരു കോൺസെപ്റ്റ് എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഏരിയ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്? ഏരിയ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ഇല വരച്ചിട്ട് ഇല്ലേ, ഒരു ഇല വരച്ചിട്ട് അതിൽ നിന്ന് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്തേ? കുറെ ഗ്രാഫ് പേപ്പറിലോട്ട് നമ്മൾ ഒരു ഇല വരച്ചു. എന്നിട്ട് അതിനകത്ത് എത്ര സ്ക്വയർ ഉണ്ട്, എത്ര ഫുൾ സ്ക്വയർ ഉണ്ട്, എത്ര ഹാഫ് സ്ക്വയർ ഉണ്ട്, എത്ര ക്വാർട്ടർ ആണ്, ആ ഒരു രീതിയിലൊക്കെ നമ്മൾ സ്ക്വയേഴ്സിന്റെ എണ്ണം അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന സമചതുരങ്ങളുടെ എണ്ണം കണക്കാക്കിയിട്ടാണ് ആ ഇലയുടെ ഏരിയ അല്ലെങ്കിൽ ആ ഇലയുടെ പരപ്പളവ് വിസ്തീർണം ഒക്കെ കണ്ടുപിടിച്ചത് അല്ലെ? സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇതിൽ വരിക. ഏതൊരു പോളിഗൺ എടുത്താലും അതിനകത്ത് ഏരിയ കണ്ടുപിടിക്കാൻ ഒരു ഗ്രാഫ് പേപ്പറിനകത്ത് ഇത് നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്ര സ്ക്വയർ വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമ്മളൊരു റെക്ടാംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ റെക്ടാംഗിളിന്റെ ലെങ്ത് 5ഉം ബ്രെഡ്ത്ത് 4ഉം ആണെങ്കിൽ ഇവിടെ 5 സ്ക്വയർ ഉണ്ടാവും, ഇവിടെ 4 സ്ക്വയർ ഉണ്ടാവും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 20 സ്ക്വയർ വരും. 1 2 3 4 5 അങ്ങനെ 5 എണ്ണം, 1 2 3 4 5 അല്ലെ? 5 എണ്ണം വീതം എത്ര പേര് വന്നു? 4 പേര് വന്നു. 5 എണ്ണം വീതം 4 പേര് വന്നു. അങ്ങനെ ടോട്ടല് 20 സ്ക്വയർ ഉണ്ടായിരുന്നു. ഈ 5 എണ്ണം വീതം 4 പേരെന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ലെങ്ത് 5 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് 4 സെന്റിമീറ്റർ. അങ്ങനെയാണ് റെക്ടാംഗിളിന്റെ ഏരിയ L ഇൻറ്റു B എന്ന് കൊണ്ടുവന്നത്. അപ്പൊ ഏരിയ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഉള്ളളവാണ്. പരപ്പളവ് എന്ന് പറയുന്നത് ഉള്ളിലുള്ള അളവാണ്. പെരിമീറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത് എന്താണ്? പുറമേ ഉള്ള അളവാണ്. ടോട്ടൽ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ആണ്, വശങ്ങളുടെ ആകെ നീളമാണ് ചുറ്റളവ്. ഇവിടെ ഉള്ളളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഏരിയ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഉള്ളിലുള്ള അളവ്, ഉള്ളിൽ എത്ര സ്ക്വയർ വരുന്നു എന്നുള്ളതാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഏരിയ അല്ലെങ്കിൽ പരപ്പളവായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഇന്റർകണക്റ്റഡ് ആണ്. ഈ ഏരിയ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ഞാൻ റെക്ടാംഗിളിന്റെ ഏരിയയിലോട്ട് വന്നത്. അതിൽ നിന്ന് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു പാരലലോഗ്രാമിന്റെ ഏരിയ ഉണ്ട്. പാരലലോഗ്രാമിന്റെ ഏരിയ എന്താ? ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഈ പാരലലോഗ്രാമിന്റെ കണക്റ്റഡ് ആയിട്ടാണ് എന്ത് വരിക? ട്രയാങ്കിൾ വരിക. പാരലലോഗ്രാമിന്റെ ഏരിയ എത്ര? അതിന്റെ പകുതി ആയിരിക്കും എന്തിന്റെ ഏരിയ? ട്രയാങ്കിളിന്റെ ഏരിയ. നമ്മൾ ഇതിന് മുൻപുള്ള ചാപ്റ്ററിൽ പഠിച്ചുള്ള റെക്ടാംഗിളിന്റെ ഏരിയ എന്താണോ അതിന്റെ പകുതി ആയിരിക്കും ട്രയാങ്കിളിന്റെ ഏരിയ. അപ്പോ റെക്ടാംഗിളും പാരലലോഗ്രാമും സെയിം ആണോ? അതെ. ചതുരവും സമാന്തരികവും എന്താണ്? തുല്യമാണ്. ഒരു കോണ് 90 ഡിഗ്രി വരുന്ന ഒരു പാരലലോഗ്രാമിന്, ഒരു ആംഗിൾ 90 ഡിഗ്രി വരുന്ന ഒരു പാരലലോഗ്രാമിന് പറയുന്ന പേരാണ് റെക്ടാംഗിൾ. അല്ലെങ്കിൽ ചതുരം എന്ന് പറയുന്നത് ഒരു സാമാന്തരികത്തിന്റെ ഒരു കോണ് 90 ഡിഗ്രി ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചതുരം. ഓക്കെ, അപ്പോ നമുക്ക് ഇക്വേഷനിലോട്ട് കിടക്കാം. ഇവിടെ ഏരിയാസ് ഓഫ് ദ ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണത്തിന്റെ പരപ്പുകൾ. വാട്ട് ഈസ് ഏരിയ ഓഫ് എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് ഓൾ ഇറ്റ്സ് സൈഡ്സ് 2 മീറ്റർ? എല്ലാ സൈഡും 2 മീറ്റർ ആയിട്ടുള്ള ഒരു സമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കുക. അപ്പോ പരപ്പളവ് കണ്ടുപിടിക്കാൻ നമുക്ക് ആകെ അറിയാവുന്ന ഇക്വേഷൻ എന്താ?
ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച് ആണ്. ഇവിടെ ബേസ് 2 മീറ്റർ ആണെന്നറിയാം. 2 മീറ്റർ അല്ലേ? യെസ്, 2 മീറ്റർ ആണ്. ഇപ്പൊ ഇതെല്ലാ സൈഡ്സും എത്രയാണ്? 2 മീറ്റർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ കാണുന്നതായിരിക്കും നമുക്ക് ഹൈറ്റ് വരിക. ഹൈറ്റ് ഷുഡ് ബി 90 ഡിഗ്രി. എല്ലാ ആംഗിളും എത്ര ഡിഗ്രി വന്നു? 60 ഡിഗ്രി വന്നു. അപ്പൊ ഇത് എത്ര വന്നു? 30. നേരത്തെ പറഞ്ഞല്ലോ 30, 60, 90 ആണെങ്കിൽ സൈഡ്സ് എന്താ വരിക? 1:2, √3:2. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഓൾറെഡി എത്രയാണ്? 2 മീറ്റർ ആണ്. അപ്പോ 60 ഓപ്പോസിറ്റ് ഉള്ള ഈ ഹൈറ്റ് എത്രയായിരിക്കും വരിക? 60 ഓപ്പോസിറ്റ് ഉള്ള ഹൈറ്റ് എത്രയാ വരിക? √3 ആ വരിക. അപ്പോ ബേസ് 2 ആണ്, ഹൈറ്റ് √3 ആണ്. ബേസ് 2 ആണ്, ഹൈറ്റ് √3 ആണ്. അപ്പോ ഏരിയ എത്ര വരും? ഹാഫ് ഇൻറ്റു ബേസ് 2 കൊടുത്തു, ഹൈറ്റ് √3 എടുത്തു. ഓക്കെ, ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു √3. 2ന്റെ പകുതി 1. 1 ഇൻറ്റു √3 എത്രയാ? √3 സെന്റിമീറ്റർ സ്ക്വയർ. ഒരു സൈഡ് 2 സെന്റിമീറ്റർ വരുന്ന ഒരു സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ആ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം? ഫോർമുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നൊരു പാറ്റേൺ ആണ് 30-60-90 റേഷ്യോ. 30-60-90 റേഷ്യോ വന്നു കഴിഞ്ഞാൽ വശങ്ങളുടെ അംശബന്ധം എത്രയായിരിക്കും? 1√3:2 ആയിരിക്കും. ഈ 1ഉം √3ഉം 2ഉം വരുന്നത് ഓരോ കോണിനും ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ്, എതിർവശത്തായിട്ട് വരുന്ന സൈഡുകളാണ്. ഓക്കെ, അപ്പൊ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ ഏരിയ എത്രയാണ്? √3 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. നെക്സ്റ്റ് വൺ, ഇഫ് വി ടേക്ക് ദ ലെങ്ത് ഓഫ് എ സൈഡ്സ് ആസ് എ, വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ? സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം എ എന്ന് എടുക്കുകയാണെങ്കിൽ അതിന്റെ പരപ്പളവ് എത്ര? നേരത്തെ നമ്മൾ 2 എടുത്ത പോലെ ഇവിടെ എ ആണ് ഒരു സൈഡ് എങ്കിൽ നമ്മൾ ഒരു ഇക്വേഷൻ കൊണ്ടുവരാൻ പോവാണേ. ഇവിടെ എ ആണ് എടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും എന്ത് വരിക? ഹൈറ്റ് വരിക. ആദ്യം നമ്മൾ എടുത്ത 2 വന്നപ്പോഴത്തേക്കുണ്ടാകുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ 2 വന്നപ്പോൾ ഇവിടെ 1 ആയിരുന്നു, ഇവിടെ √3 വന്നു. 2 വന്നപ്പോൾ 1 √3 വന്നു. കാരണം ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി. അതേ കാര്യം 2ന് പകരം വേറെ ഏത് നമ്പർ വന്നാലും എന്ത് ചെയ്യുമെന്നുള്ള രീതിയിലാണ് ജനറൽ ആയിട്ട് എ എന്ന് പറയുന്ന ലെറ്റർ കൊടുക്കുന്നത്. ഇവിടെയും സെയിം പാറ്റേൺ ആണ്. 60 വന്നു, 30 വന്നു, 90 വന്നു. ഇവിടെ 2ന്റെ സ്ഥാനത്ത് എ വന്നു. എത്രയാ വന്നത്? എ വന്നു. 2ന്റെ പകുതി അല്ലേ 1? അപ്പോ എയുടെ പകുതി എത്ര വരും? ഇവിടെ a/2 വരും അല്ലെ? 2ന്റെ പകുതിയാണ് 1. അപ്പോ എയുടെയും പകുതി എടുക്കുന്നു, a/2 വന്നു. ഇനി 1നെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ √3 കിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ a/2 √3 എന്ന് വന്നു. എന്താ വന്നേ? a/2 √3. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കാം. ഇവിടെ ബേസ് എന്താണ്? a ആണ്. ഹൈറ്റ് എത്ര വന്നു? a/2 √3 എന്ന് വന്നു. ഹൈറ്റ് എത്ര വന്നു? a/2 √3. ഹൈറ്റ് വരുന്നത് a/2 √3. 9/2 അല്ല, a/2. അപ്പൊ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്തിന്റെ? സമഭുജ ത്രികോണത്തിന്റെ വശങ്ങളുടെ അളവ് ഏത് വേണേലും കൊടുക്കാം. പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ കൊണ്ടുവരുവാണ്. ഇക്വേഷൻ നമുക്ക് ഓൾമോസ്റ്റ് ബേസിക് ആയിട്ട് അറിയാവുന്ന ഇക്വേഷൻ എന്താ? ഹാഫ് ബി എച്ച്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ബേസ് ആയിട്ട് വന്നത് എ ആണ്, എ ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? a/2 √3. നമുക്ക് ഇതിൽ എന്തെങ്കിലും കട്ട് ചെയ്ത് പോവോ? കട്ട് ചെയ്ത് പോവാൻ മാത്രം ഒന്നുമില്ല. നമുക്ക് പിന്നെ നേരെ മൾട്ടിപ്ലൈ ചെയ്യാം.
a into root 3 divided by 2 into 2. ഓക്കെ, അല്ലെങ്കിൽ നമ്പേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് എഴുതാം. എ വരുന്നതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരാം. 1/2 into root 3/2 into a into a. എ എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നു. root 3/2 1/2 എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നു. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? root 3/4 എന്ന് കൊടുക്കാം. into a സ്ക്വയർ. അപ്പോ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ സമഭുജ ത്രികോണത്തിന്റെ, സമഭുജ സാമാന്തരിക അല്ല, സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? root 3/4 a സ്ക്വയർ. ഇക്വേഷൻ ഓർത്ത് വെച്ചോളുക. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? root 3/4 a സ്ക്വയർ. ഒരു സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? root 3/4 a സ്ക്വയർ. ഓർത്തിരിക്കുക, നല്ലപോലെ ആലോചിച്ച് വെക്കുക. എന്താണ് ഇതൊന്ന് കാണാപ്പാഠം പഠിച്ചാൽ ശരിയാവും. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു സമഭുജ ത്രികോണത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ root 3/4 a സ്ക്വയർ. ഫോർ ആൻ എക്സാമ്പിൾ, എന്താണ് വശങ്ങളെല്ലാം നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ, വശങ്ങളെല്ലാം 2 സെന്റിമീറ്റർ വന്നപ്പോൾ വശങ്ങളെല്ലാം 2 സെന്റിമീറ്റർ വന്നപ്പോൾ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ത് വന്നു? root 3/4 into a സ്ക്വയർ എന്ന് പറയുമ്പോ 2ന്റെ സ്ക്വയർ അല്ലേ? വശങ്ങൾ ഇവിടെ 2 അല്ലേ? 2ന്റെ സ്ക്വയർ. ഇപ്പൊ എന്താ? root 3/4 into 2 സ്ക്വയർ എത്രയാ? 4. 4ഉം 4ഉം കട്ട് ചെയ്തു, ബാക്കി എത്രയാ? root 3. സെയിം root 3 എന്നല്ലേ ആദ്യം കിട്ടിയത്. ഇനി വശങ്ങളെല്ലാം 3 ആണെങ്കിലോ എന്തുവരും? ഏരിയ എന്ന് പറയുന്നത് root 3/4 into 3 സ്ക്വയർ. 3 സ്ക്വയർ എത്രയാ? 9 ആണ്. ഓക്കെ, ഇപ്പൊ root 3/4 into 9. 9ഉം 4ഉം എല്ലാം കട്ട് ചെയ്ത് പോവോ? ഇല്ല. അപ്പൊ എന്ത് കൊടുക്കാം? 9 root 3/4 എന്ന് കൊടുക്കാം. അതങ്ങനെ മതി. സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വരുമ്പോ സെന്റിമീറ്റർ സ്ക്വയർ, ഇവിടെ root 3 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ചെയ്തേ. എല്ലാ വശങ്ങളും 8 ആണെങ്കിൽ എത്ര വരും? ഏരിയ എത്ര വരും? 8 വേണ്ട, പോട്ടെ, വലിയ നമ്പർ ഒന്നും കയറണ്ട. എല്ലാ വശങ്ങളും 6 ആണെങ്കിൽ, എല്ലാ വശങ്ങളും 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഏരിയ എത്ര വരും? അല്ലെങ്കിൽ പരപ്പളവ് എത്ര വരും? എന്താ? root 3/4 into 6 സ്ക്വയർ, 6ന്റെ സ്ക്വയർ. root 3/4 into 6ന്റെ സ്ക്വയർ എത്രയാ? 36. 4ന്റെ ടേബിളിൽ 36 ഉണ്ടല്ലോ. 4ന്റെ ടേബിളിൽ 36 എത്ര പ്രാവശ്യം? 9 പ്രാവശ്യം. ഇപ്പൊ എത്രയാ? 9 into root 3, 9 root 3 സെന്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ ആയോ? അപ്പോ ഒരു ത്രികോണത്തിന്റെ വശം 2 വന്നാലും 3 വന്നാലും 10 വന്നാലും ഇനി 50 വന്നെന്ന് പറഞ്ഞാലും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റൂലേ? root 3/4 a സ്ക്വയർ. root 3/4 a സ്ക്വയർ എന്തിന്റെ ഏരിയ? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ, ഒരു സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? root 3/4 a സ്ക്വയർ. ക്ലിയർ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട് പോവാം. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് ഓൾ ദ സൈഡ്സ് 8 സെന്റിമീറ്റർ. 8 സെന്റിമീറ്റർ ആണ്. എല്ലാ സൈഡ്സും 8 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഒരു വശങ്ങളുടെ നീളം എല്ലാം 8 സെന്റിമീറ്റർ ആയ ഒരു സമഭുജ ത്രികോണത്തിന്റെ ഉയരം എത്ര? അപ്പൊ വശങ്ങളെല്ലാം 8 സെന്റിമീറ്റർ ആയ ഒരു സമഭുജ ത്രികോണത്തിന്റെ ഉയരം എത്ര? ഈ ഉയരം കണ്ടുപിടിക്കണം. 8 സെന്റിമീറ്റർ ആണ്. ഇത് പകുതിക്ക് പകുതിയായി ഇത് 4 വന്നു. നമ്മൾ നേരത്തെ ചെയ്ത കാര്യം തന്നെയാ. എന്താ? ഇങ്ങനെ എടുക്കാം. എത്ര വന്നു? ഇത് 60 ആണ്, ഇത് 30 ആണ്, ഇത് 90 ആണ് അല്ലെ?
ഇത് 8 വന്നു, ഇത് 4 വരും. ഈ ഉയരം എത്ര, ഈ ഹൈറ്റ് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നേരത്തെ പറയാനുണ്ടോ 30:60:90 ആണെങ്കിൽ വശങ്ങളുടെ നീളം എത്ര വരും? 1 √3 2 അല്ലെ? ഈ 2 എത്രയായി? 8 ആയി. 1 എത്രയായി? 4 ആയി. എന്നതും ഉദ്ദേശിക്കുന്നത് എന്താ? 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 1 പകരം 4 വന്നു. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 2 പകരം 8 വന്നിട്ടുണ്ടെങ്കിൽ അതിന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ √3 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എത്രയാ? 4√3. അപ്പൊ ഹൈറ്റ് എത്രയാ? 4√3. ക്ലിയർ ആണോ? ഇത്രയുള്ള കാര്യം. 30:60:90 1√3 2 ഈ ഒരു റേഷ്യോ അറിയാമെങ്കിൽ ബാക്കിയെല്ലാം ഈസിയാണ്. ഓക്കെ, ചെയ്ത് നോക്കിക്കേ. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ. ഫൈൻഡ് ദ ഏരിയ ഓഫ് an equilateral triangle given below. ഇതെല്ലാം 6 സെന്റിമീറ്റർ. നേരത്തെ നമ്മൾ ചെയ്തതാ. 6 സെന്റിമീറ്റർ എല്ലാ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ല, സോറി. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഗിവൻ ബിലോ. താഴെ തന്നിരിക്കുന്ന സമപാർശ്വ ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കണം. ഓക്കെ, സമപാർശ്വ ത്രികോണം എന്ന് പറയുമ്പോൾ 2 വശങ്ങൾ തുല്യമായിട്ടുള്ള ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ഇവിടെ നിന്നൊരു 90 ഡിഗ്രി കൊണ്ടുവരാം. ഓക്കെ, 90 ഡിഗ്രി കൊണ്ടുവരാം. 90 ഡിഗ്രി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഉന്നതി, ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ ഉന്നതി അല്ലെങ്കിൽ ഉയരം എന്ന് പറയുന്നത് പാദത്തിനെ തുല്യമായി ഭാഗിക്കും. ബേസിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. സോ ദിസ് വൺ വിൽ ബി 2 സെന്റിമീറ്റർ ആൻഡ് ദിസ് വൺ വിൽ ബി 2 സെന്റിമീറ്റർ. ഇത് രണ്ടും 2 സെന്റിമീറ്റർ വീതം വരും. നമുക്ക് ആ ട്രയാങ്കിൾ ഒന്ന് റൈറ്റ് സൈഡിലോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. ഇത് 2 സെന്റിമീറ്റർ ആണ്, ഇത് 6 സെന്റിമീറ്റർ ആണ്, ഇത് 90 ഡിഗ്രി ആണ്. നമുക്ക് ഹൈറ്റ് അറിയാമെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം? ഈസി ആയിട്ട് ഏരിയ കണ്ടുപിടിക്കാം. ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ഉപയോഗിക്കാം? പൈതഗോറസ് തിയറം ഉപയോഗിക്കാം അല്ലെ? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാം. നമുക്ക് 30:60:90 അപ്ലൈ ചെയ്യുന്ന ഒരു പരിമിതിയുണ്ട്. കാരണം ആംഗിൾ തന്നിട്ടില്ല. ആംഗിൾ എത്ര വേണേലും ആകാം. ഇതിൽ ഏതെങ്കിലും ഈ ഒരു ആംഗിൾ, മുകളിലുള്ള ഒരു ആംഗിൾ തന്നെങ്കിലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് 30:60 ആണെന്നുള്ള കൺഫർമേഷൻ കൊണ്ടുവരാൻ പറ്റും. ഇവിടെ ആ ഒരു കാര്യത്തിൽ കൺഫർമേഷൻ ഇല്ല. സോ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നു? ഈ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്യുന്നു. ഈ ട്രയാംഗിളിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. എങ്ങനെ വരും? നമ്മൾ ഓൾറെഡി പൈതഗോറസ് തിയറത്തിന്റെ വേറൊരു വകഭേദം നമ്മൾ പറഞ്ഞിരുന്നു ഇല്ലേ? ഇവിടെ നമ്മൾ സ്ക്വയർ വരുന്നു എന്ന് കരുതുക. സ്ക്വയർ വരുന്നു എന്ന് കരുതുക. ഇവിടെ 2 ആണെങ്കിൽ ഇതിന്റെ ഏരിയ 4 ആയിരിക്കും. ഇവിടെ 6 ആണെങ്കിൽ ഇതിന്റെ ഏരിയ 36 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 4ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 36 വരും? 4ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 36 വരും? യെസ്, എത്ര വരിക? 32 അല്ലെ? 32ഉം 4ഉം 36. അപ്പൊ 32 ഇതിന്റെ ഏരിയ വരിക. അപ്പൊ ഹൈറ്റ് എത്രയാ? √32. ഹൈറ്റ് വരുന്നത് √32. ഈ √32നെ നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് ഓഫ് 16 × 2 എന്ന് കൊടുക്കാം. 16 × 2 32 അല്ലേ? 16 × 2 32 ആണ്. 16ന്റെ റൂട്ട് എത്രയാ? 4. 4√2 എന്ന് കൊടുക്കാം. ഹൈറ്റ് എത്രയാ വന്നേ? 4√2 എന്ന് കൊടുക്കാം. 16 × 2 32 ആണ്. ഹൈറ്റ് വന്നത് 4√2 ആണ്. ഇനി ഹൈറ്റ് വന്ന സ്ഥിതിക്ക്, ഹൈറ്റ് കിട്ടിയ സ്ഥിതിക്ക് ഇനി ഏരിയ കണ്ടുപിടിക്കാലോ. പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് ഇവിടെ 4 ആണ്. ഹൈറ്റ് എത്ര കിട്ടി? 4√2 കിട്ടി. എത്ര കൊടുക്കാം? ഹാഫ് ഇൻറ്റു ബേസ് 4 ആണ്, ഹൈറ്റ് 4√2 ആണ്. ഓക്കെ, അപ്പോ എത്ര വരും? 4 × 4 16. 16√2/2 പകുതി എത്രയാ? 16√2ന്റെ പകുതി എത്രയാ? യെസ്, ഇറ്റ് ഈസ് 8√2 സെന്റിമീറ്റർ സ്ക്വയർ. 8√2 സെന്റിമീറ്റർ സ്ക്വയർ.
വേണമെങ്കിൽ റൂട്ട് 2ന്റെ വാല്യൂ കൊടുത്തിട്ട് ചെയ്യാം. വാല്യൂ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല, പറയാത്ത സ്ഥിതിക്ക് ചെയ്യാൻ വേണ്ട. ഓക്കെ, ഞാൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. അപ്പൊ ഇതെന്താണ്, നമ്മൾ ആദ്യം കൂടി ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ ചാടിക്കയറി 30, 60, 90 എടുത്ത് ചെയ്യരുത് കേട്ടാ. ആംഗിൾ എന്താണെന്ന് മെൻഷൻ ചെയ്തിട്ട് പോലും ഇല്ല. അതുകൊണ്ട് 30, 60, 90 എടുത്ത് ചെയ്യരുത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്യാം. അതില് ബേസ് എന്തായാലും 2 ആയിരിക്കും. ഇത് 6 ആണ്. ബേസ് 4 വന്നുകൊണ്ടാണ് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കേട്ടോ, 2, 2 വന്നിരിക്കുന്നത്. ഇവിടുന്ന് ഒരു ഹൈറ്റ് വരച്ചാൽ, ഇവിടുന്ന് ഒരു ഉന്നതി വരച്ചു കഴിഞ്ഞാൽ സമപാർശ്വ ത്രികോണത്തിന് ബേസിനെ പാദത്തിനെ 2 തുല്യ ഭാഗങ്ങളാക്കും. 2 തുല്യ ഭാഗങ്ങളാക്കുമ്പോൾ ഇവിടെ 2, 2 വന്നു. ഞാൻ അതിനകത്ത് ഒരു ട്രയാങ്കിൾ മാത്രം എടുത്തു. അതില് ഹൈറ്റ് അറിയാൻ വേണ്ടിയിട്ട് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തു. പൈതഗോറസ് തിയറം എന്താണ്, ഇവിടെ ഞാൻ 2, 3 സ്ക്വയർ വരച്ചു. സ്ക്വയർ ആയിട്ട് കാണുന്നില്ല, അത് വേറെ കാര്യം. സ്ക്വയർ വരച്ചു. സ്ക്വയർ ആയിട്ട് മനസ്സിൽ കരുതുക അതൊരു 2 സ്ക്വയർ ആണ്, 2, 3 സ്ക്വയർ ആണെന്ന് മനസ്സിലാക്കുക. ഇനി 2 സെന്റിമീറ്റർ വശമുള്ള സ്ക്വയറിന്റെ ഏരിയ പരപ്പളവ് എത്ര വരും? 2ന്റെ സ്ക്വയർ 4 വന്നു. 6 സെന്റിമീറ്റർ വശമുള്ള സ്ക്വയറിന്റെ ഏരിയ എത്ര വരും? 36 വരും. 6ന്റെ സ്ക്വയർ 36 ആണ്. പൈതഗോറസ് തിയറം പറയുന്നത് എന്താ, ഈ 2 സമഭുജ ത്രികോണം സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നതിൽ നിന്ന് കിട്ടിയതാണ് ഈ ട്രയാങ്കിൾ. ഓക്കെ, സമചതുരം. ഈ 2 സമചതുരങ്ങൾ അല്ലെങ്കിൽ ഈ 2 സ്ക്വയർ തമ്മിലുള്ള ഏരിയ തമ്മിൽ ആഡ് ചെയ്താൽ വലിയ സ്ക്വയറിന്റെ ഏരിയ കിട്ടും, വലിയ സമചതുരത്തിന്റെ പരപ്പളവ് കിട്ടും. അങ്ങനെയാണെങ്കിൽ 4ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 36 കിട്ടും? 32, 4, 36 ആണ്. അപ്പൊ ഈ ഹൈറ്റ് വരണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സൈഡ് എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ റൂട്ട് എടുത്തു, 32ന്റെ റൂട്ട് എടുത്തു. ഏരിയ ആണ് 32, പരപ്പളവാണ് 32. അപ്പൊ ഒരു വശം എത്രയാണ്? അതിന്റെ റൂട്ടായിരിക്കും. ഏരിയ 4 ആണ്, അതിന്റെ ഒരു വശം എത്രയാ? റൂട്ട് 4, 2. ഏരിയ 36 ആണ്, അതിന്റെ ഒരു വശം എത്രയാ? റൂട്ട് 36, 6 ആണ്. അപ്പൊ ഏരിയ 32 ആണെങ്കിൽ ഒരു വശം എന്ന് പറയുന്നത് റൂട്ട് 32 ആണ്. ഈ റൂട്ട് 32നെ സ്പ്ലിറ്റ് ചെയ്തു. ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യത്തെ സെഷനിൽ പറഞ്ഞ കാര്യമാണ്. ഈ റാഷണൽ മൾട്ടിപ്ലിക്കേഷൻ, റാഷണൽ നമ്പേഴ്സിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും എന്നുള്ള രീതിയൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞതാണ്. അപ്പൊ റൂട്ട് 32 എങ്ങനെ എഴുതാം? റൂട്ട് 16 × 2 എന്ന് കൊടുക്കാം. 16 × 2 എത്രയാ? 16ന്റെ റൂട്ട് 4 ആണ്. നമുക്ക് എങ്ങനെ കൊടുക്കാം? 4 √ 2 എന്ന് കൊടുക്കാം. എങ്ങനെ കൊടുക്കാം? 4 √ 2 എന്ന് കൊടുക്കാം. ഇനി 4 √ 2 നമുക്ക് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിന്റെ ഹൈറ്റ് കിട്ടി. ഹൈറ്റ് എത്രയാണ്? 4 √ 2 ആണ് ഇതിന്റെ ഹൈറ്റ്. അപ്പോ ഹൈറ്റ് കിട്ടിയ സ്ഥിതിക്ക് ബേസ് എത്രയാ? 4 തന്നെ. ബേസ് 4 ആണ്, ഹൈറ്റ് 4 √ 2 ആണ്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, ഏരിയ എടുത്തു. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് 4 ആണ്, ഹൈറ്റ് 4 √ 2 ആണ്. അപ്പൊ 4 × 4 √ 2 16 √ 2. 16 √ 2/2. 16ന്റെ പകുതി എത്രയാ? 16ന്റെ പകുതി 8 ആണ്. 8 √ 2. സോ 8 √ 2 ആയിരിക്കും എന്തിന്റെ ഏരിയ വരിക? ഈ ആദ്യം വരച്ച ഐസോസിലസ് ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് 8 √ 2 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ചെയ്തോ നോക്കിക്കേ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ സെഷനിൽ പറഞ്ഞല്ലോ, ഹെറോൺസ് ഫോർമുല. നമ്മള് ഹൈറ്റ് കണ്ടുപിടിക്കാതെ തന്നെ ഏതൊരു ട്രയാങ്കിൾ തന്നാലും നമുക്കൊരു പെർപെൻഡിക്കുലർ സൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഹൈറ്റ് അറിയാം. തൊട്ടു മുൻപ് ചെയ്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ചെയ്ത് നോക്കുവാണെങ്കിൽ ഓക്കെ, തൊട്ടു മുൻപ് ചെയ്ത ക്വസ്റ്റ്യനകത്തൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ഹൈറ്റ് കണ്ടുപിടിച്ചിട്ടാണ് ചെയ്തത് അല്ലെ? ഈ ക്വസ്റ്റ്യനകത്ത് നമ്മൾ ഹൈറ്റ് കണ്ടുപിടിച്ചു. ഇവിടെ എന്ത് ചെയ്തു? ഹൈറ്റ് കണ്ടുപിടിച്ചിട്ടായത്. ഹൈറ്റ് 4 √ 3 ആണെന്ന് കിട്ടി. പിന്നെ ഇവിടത്തെ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തു? അത് ഒരു ഇക്വേഷൻ കൊണ്ടുവന്നിട്ട് ചെയ്തതാണ്. ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കുന്ന രീതിയിലൊക്കെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ചെയ്തത്. ഹൈറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹാഫ് BH എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടി നമുക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. ഇത് ഹൈറ്റ് കണ്ടുപിടിക്കാതെ ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ തൊട്ടു മുൻപ് ചെയ്തതിനകത്ത് എന്തുണ്ടായിരുന്നു? 3 സൈഡ് ഉണ്ടായിരുന്നു. ഇത് രണ്ടും 6 സെന്റിമീറ്റർ ആണ്, ഇത് 4 സെന്റിമീറ്റർ ആണ്. ഈ ട്രയാങ്കിളിന്റെ 3 സൈഡും ഉണ്ടായിരുന്നു. ഇതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാതെ തന്നെ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് പറയുന്നത് ഹെറോൺസ് ഫോർമുല. ഹെറോൺ എന്ന് പറയുന്ന ഒരു ഫേമസ് മാത്തമാറ്റീഷ്യൻ ആണ്. ഈ മാത്തമാറ്റീഷ്യൻ കൊണ്ടുവന്ന ഒരു റിലേഷൻ ആണ്, അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ മാർഗമാണ് ഹെറോൺസ് ഫോർമുല എന്നറിയപ്പെടുന്ന വളരെ പ്രശസ്തമായ ഒരു ഇക്വേഷൻ. ഓക്കെ, അതായത് ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ ABC എന്ന് പേര് കൊടുത്താൽ, നമ്മളൊരു ത്രികോണം എടുത്താൽ ആ ട്രയാങ്കിളിന്റെ വശങ്ങളെല്ലാം ABC എന്ന് പേര് കൊടുത്താൽ എസ് എന്ന് പറയുന്നത്, ഇതിനകത്ത് പുതിയൊരു ലെറ്റർ കൊണ്ടുവരുന്നുണ്ട്. എസ് എന്ന് പറയുന്നത്
പെരിമീറ്ററിന്റെ പകുതിയാണ്. പെരിമീറ്ററിന്റെ പകുതിയാണ്, അല്ലെങ്കിൽ എന്താ പറയാ, ചുറ്റളവിന്റെ പകുതിയാണ്. ഓക്കെ, ഹാഫ് ദി പെരിമീറ്റർ. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താ, ചുറ്റളവ് എന്ന് പറയുമ്പോൾ എന്താ, 3 സൈഡും കൂടെ ആഡ് ചെയ്യുന്നതല്ലേ. 3 സൈഡും കൂടെ ആഡ് ചെയ്തിട്ട് പകുതി എടുക്കുന്നതാണ് എന്ത്, എസ്. സെമി പെരിമീറ്റർ എന്ന് പറയാം. എസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പേര് വിളിക്കാം, സെമി പെരിമീറ്റർ. ഓക്കെ, അപ്പൊ ഇതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് എസ് ഇൻറ്റു, എസ് എന്ന് പറയുന്നത് എന്താ, പെരിമീറ്ററിന്റെ പകുതിയാണ്, എസ് മൈനസ് എ ഇൻറ്റു, എസ് മൈനസ് എ എന്ന് പറയുമ്പോൾ എന്താ, ഈ പെരിമീറ്ററിന്റെ പകുതിയിൽ നിന്ന് ആദ്യത്തെ വശം കുറയ്ക്കുന്നു, എസ് മൈനസ് ബി രണ്ടാമത്തെ വശം കുറയ്ക്കുന്നു, എസ് മൈനസ് സി മൂന്നാമത്തെ വശം കുറയ്ക്കുന്നു. ഈ 3 വശങ്ങളും കൂടെ കുറച്ചിട്ട് എന്തിൽ നിന്ന് കുറച്ചിട്ട്, സെമി പെരിമീറ്ററിൽ നിന്ന്, എന്തിൽ നിന്ന് കുറയ്ക്കുന്നത്, പെരിമീറ്ററിന്റെ പകുതിയിൽ നിന്ന്, ചുറ്റളവിന്റെ പകുതിയിൽ നിന്ന് 3 വശങ്ങളും കുറയ്ക്കുന്നു. കുറച്ചിട്ട് കിട്ടുന്ന നമ്പർ എന്ത് ചെയ്യുന്നു, ആ നമ്പേഴ്സ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ എന്തെടുക്കുന്നു, റൂട്ട് എടുക്കുന്നു, സ്ക്വയർ റൂട്ട് എടുക്കുന്നു. വിചിത്രമായിട്ട് തോന്നാം, പക്ഷെ ഇത് എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. ഹൈറ്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള സംഗതികളിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്താണ് പറയാ, ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിലോ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിലോ ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിലോ, റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്താ, ഒരു ആംഗിൾ 90 ഡിഗ്രി വരുന്നതാണ്, അതിന് പെർപെൻഡിക്കുലർ സൈഡ് ഉണ്ട്, ഹൈറ്റ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ളത്, അതിനൊരു ഇക്വേഷൻ നമ്മൾ നേരത്തെ കൊണ്ടുവന്നു. എന്തായിരുന്നു ആ ഇക്വേഷൻ, ഏരിയ ഓഫ് എ ട്രയാങ്കിൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു, എന്തായിരുന്നു, റൂട്ട് 3/4 a സ്ക്വയർ, റൂട്ട് 3/4 a സ്ക്വയർ അല്ലെ. ഇനി ഐസോസിലസ് ആണെങ്കിൽ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണമാണെങ്കിൽ അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാനും എളുപ്പം നമുക്ക് ചെയ്യാം. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. ഇത് 3ഉം അല്ലാത്തൊരു ട്രയാങ്കിൾ വന്നാലോ, അതായത് 3 വശങ്ങളും പല അളവുകളുള്ള ഒരു ട്രയാങ്കിൾ വന്നാലോ, അങ്ങനെ വരുമ്പോൾ ഇത്തിരി പ്രശ്നമാണ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ. അങ്ങനെ വരുമ്പോൾ ആ ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. ഓക്കെ, കുറച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതിന്റെ ഐഡിയ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇവിടെ നോക്കിയേ, 7, 3, 8 എത്രയാണ്, 7, 3, 8. ഇതിലൊരു ആംഗിൾ പോലും 90 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടുന്ന് നേരെ നമ്മൾ താഴോട്ട് വരച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ഹൈറ്റ്. ഈ ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് പ്രത്യേകിച്ച് പ്രത്യക്ഷത്തിൽ വലിയ എളുപ്പ വഴികളൊന്നും തന്നെ ഇല്ല. അങ്ങനെ ഇരിക്കെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ഉപയോഗിക്കാം, ഹെറോൺസ് ഫോർമുല ഉപയോഗിക്കാം. അതിനാദ്യം പെരിമീറ്റർ അറിയണം, അല്ലെങ്കിൽ ചുറ്റളവ് അറിയണം. എന്താ, 7 + 3 + 8 എത്ര വരും, 18 വരും. ഇനി എന്താ, എസ് കണ്ടുപിടിക്കണം. അതെന്താ, പെരിമീറ്ററിന്റെ ചുറ്റളവിന്റെ പകുതിയാണ് എന്ന് പറയുമ്പോൾ 18ന്റെ പകുതിയാണ്, എത്ര വരും, 9. ഓക്കെ, ഇനി 3 വശങ്ങളും അതിൽ നിന്ന് കുറയ്ക്കുക. സെമി പെരിമീറ്ററിൽ നിന്ന് എസ് മൈനസ് എ, നമുക്ക് ഓരോന്നിനും എ എടുക്കാം. എ, ഇത് ബി ആണ്, ഇത് സി ആണ്. ഇത് എ എന്ന് കൊടുക്കാം, ഇത് ബി എന്ന് കൊടുക്കാം, ഇത് സി എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എസ് മൈനസ് എ 9 - 7 എത്ര വരും, 2. എസ് മൈനസ് ബി 9 - 3 എത്രയാ, 6. എസ് മൈനസ് സി 9 - 8 എത്ര വരും, 1. ഓക്കെ, എന്താ പറഞ്ഞേ, ആദ്യം എന്തെടുത്തു, ഇത്രയും കാര്യങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എളുപ്പമാകും. ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എളുപ്പമായി. ഇത്രയും എളുപ്പമല്ലേ. ആദ്യം എന്തെടുത്തു, പെരിമീറ്റർ എടുത്തു, ഈ 3 സൈഡും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് എടുത്തു, പെരിമീറ്ററിന്റെ പകുതി എടുത്തു. ആ പകുതിയിൽ നിന്ന് ഈ 3 വശങ്ങളും കുറച്ചിട്ട് കിട്ടുന്ന നമ്പർ എടുത്ത് എഴുതി. ഇനി ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, ആ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചോണേ. എന്താണ് ഇക്വേഷൻ, ഏരിയ കണ്ടുപിടിക്കാനായിട്ട്, ഏരിയ കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. എന്താ, റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. റൂട്ട് ഓഫ് എസ് ഇൻറ്റു എന്ന് പറയുമ്പോൾ എസ് എത്രയാ, പെരിമീറ്ററിന്റെ പകുതി എത്രയാ, 9. 9 ഇൻറ്റു എസ് മൈനസ് എ, എസ് മൈനസ് എ എന്ന് പറയുമ്പോൾ 9ൽ നിന്ന് 7 കുറച്ചു, 2. എസ് മൈനസ് ബി എത്ര വന്നു, 6. എസ് മൈനസ് സി എത്ര വന്നു, 1. ഈസി ആയില്ലേ.
എത്ര കൊടുക്കാം? റൂട്ട് ഓഫ് ഇതിനകത്ത് സ്ക്വയർ വരുന്നുണ്ടോ നോക്കാം. 9 ഇൻറ്റു 2 ഇൻറ്റു 6 നമുക്ക് 3 ഇൻറ്റു 2 കൊടുക്കാലോ അല്ലേ? 3 ഇൻറ്റു 2 കൊടുക്കാലോ. നമുക്കിവിടെ സ്ക്വയർ വരുന്നുണ്ടോ? സ്ക്വയർ വരുന്നുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാല് പൂർണ്ണവർഗങ്ങൾ പെർഫെക്റ്റ് സ്ക്വയർസ് വരുന്നുണ്ടോ നോക്കാം. റൂട്ട് ഓഫ് 9 ഇൻറ്റു അല്ല വേണ്ട, ഇത്രയൊന്നും നോക്കണ്ട, ഇത്രയൊന്നും കൺഫ്യൂസ്ഡ് ആക്കണ്ട. ഞാൻ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല, കൺഫ്യൂസ്ഡ് ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് പെയർ വൈസ് പുറത്തെടുക്കാം, ജോഡികളിൽ നിന്ന് ഓരോന്നിനെ പുറത്തെടുക്കാം. ഇതാ ഇവിടെ രണ്ടുണ്ട്, ഒരു ജോഡി, ഒരു പെയർ ഓഫ് 2 ഉണ്ട്, അതിൽ നിന്ന് ഒരെണ്ണത്തിന് നമുക്ക് പുറത്തെടുക്കാം. ഓക്കെ, 9ന്റെ റൂട്ട് എത്രയാ? 3 ആണ്. ആ 3നെ പുറത്തെടുത്തു. പിന്നെ എന്ത് മാത്രമേ ബാക്കിയുള്ളൂ? റൂട്ടിനകത്ത് ഒരു 3 മാത്രം ബാക്കിയുണ്ട്. ഏതാ? ഈ കാണുന്ന 3 മാത്രം ബാക്കി. അപ്പോ 2 × 3 6 റൂട്ട് 3 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും എന്ത്? ഈ കാണുന്ന ട്രയാങ്കിളിന്റെ ഏരിയ. ചെയ്ത രീതി ഒന്നുകൂടെ നോക്കുക. ആദ്യം പെരിമീറ്റർ എടുത്തു, പെരിമീറ്ററിന്റെ പകുതി എടുത്തു, ആ പകുതിയിൽ നിന്ന് 3 വശങ്ങളും മൈനസ് ചെയ്തു, എന്നിട്ട് ഈ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുത്തു. എസ് എന്തായിരുന്നു? പെരിമീറ്ററിന്റെ പകുതിയായിരുന്നു. പെരിമീറ്ററിന്റെ പകുതി 9 ആണ്. 9 ഇൻറ്റു 2 ഇൻറ്റു 6 ഇൻറ്റു 1. ഓക്കെ, അപ്പോ 9 എവിടെ എഴുതി? 2 എവിടെ എഴുതി? 6നെ നമുക്ക് എന്ത് ചെയ്യാം? 3 ഇൻറ്റു 2 എഴുതാം. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? പെയർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, ജോഡികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, പൂർണ്ണവർഗങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ 2 പ്രാവശ്യം 2 വന്നിട്ടുണ്ട്. അതിലൊരു 2നെ നമ്മൾ റൂട്ടിന് പുറത്തെടുത്തു. കാരണം 2 ഇൻറ്റു 2 എത്രയാ? 4. 4ന്റെ റൂട്ട് 2 ആണ്. 9ന്റെ റൂട്ട് 3 ആണ്. ബാക്കി റൂട്ട് ഇല്ലാത്ത നമ്പർ എന്ത് മാത്രമേ ഉള്ളൂ? ഈ ഒരൊറ്റ 3 മാത്രമേ ഉള്ളൂ. അത് റൂട്ടിനകത്ത് തന്നെ ഇടന്നട്ടെ. ഓക്കെ, അതിനെ എന്ത് ചെയ്യുക? അവിടെ തന്നെ വെച്ചു, അതിനെ പിന്നെ അടക്കണ്ട, അത് അവിടെ തന്നെ ഇരിക്കട്ടെ. ഏതിനകത്ത്? റൂട്ടിനകത്ത് തന്നെ ഇരിക്കട്ടെ. ബാക്കി എന്തുണ്ട്? പുറത്ത് എന്തുണ്ട്? 2 ഉണ്ട്, 3 ഉണ്ട്. അപ്പൊ 2 × 3 6. 6 റൂട്ട് 3 ആണ് എന്ത് വരിക? എന്തിന്റെ ഏരിയ വരിക? ഈ കാണുന്ന ട്രയാങ്കിളിന്റെ ഏരിയ വരിക. ഓക്കെ, ക്ലിയർ? ഓക്കെ, ചെയ്തു നോക്കിക്കൊന്നൂടെ. Okay, next question. For each of the length below, calculate the area of the equilateral triangle with that as the length of the sides. Equilateral triangle area കണ്ടുപിടിക്കണം. അതിന്റെ ഒരു സൈഡ് 10 സെന്റിമീറ്റർ ആണെങ്കിൽ equilateral triangle area കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ ചെയ്തതല്ലേ? equilateral triangle area കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഒരു സൈഡ് 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ എന്താ? √3/4 ഇൻറ്റു a സ്ക്വയർ അല്ലെ? എന്താ? √3/4 ഇൻറ്റു 10 സ്ക്വയർ. 10 സ്ക്വയർ എത്രയാ? 100. എന്ത് വരും? √3/4 ഇൻറ്റു 100. 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും? 25 വരും അല്ലെ? എത്ര വരാം? 25√3. ഈസി അല്ലേ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വന്നാൽ എളുപ്പമായിരുന്നല്ലേ? എക്സാമിന് എങ്ങനെ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നിരുന്ന ഈസി ആയിട്ടായിരുന്നു. അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചതിൽ പിന്നെ എന്തായി? ഈ കാര്യങ്ങൾ എളുപ്പമായി. ഹൈറ്റ് കണ്ടുപിടിക്കേണ്ട, ഹാഫ് BH എന്നുള്ള ഇക്വേഷനിൽ നിന്ന് മാറി. അപ്പൊ ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാനായിട്ട് 2-3 ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഒന്നെന്താ? ബേസിക് ഇക്വേഷൻ എന്താ? ഹാഫ് BH ആണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിലോ, എല്ലാ സൈഡ്സും ഈക്വൽ ആണെങ്കിലോ ഏരിയ കണ്ടുപിടിക്കാൻ എന്താ? √3/4 a സ്ക്വയർ. ഇനി 3 സൈഡും വ്യത്യസ്തമായതാണെങ്കിലോ ABC എന്ന് വന്നാലോ √S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C അല്ലെ? ഈ S എന്ന് പറയുന്നതാ പെരിമീറ്ററിന്റെ പകുതിയാണ്. ഈ ഒരു ലോജിക് ഉണ്ടോ? ഈസി ആയിട്ട് ഏത് ട്രയാങ്കിൾ വന്നാലും അതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? പക്ക അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ. ഇപ്പൊ എന്തായി? കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ദ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് ദാറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ്. അപ്പോ 10 എന്നുള്ള മാറി എത്രയായി? √3 ആണെങ്കിൽ ഒരു സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം √3 ആണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കും, പരപ്പളവ് കണ്ടുപിടിക്കുക. എന്താ? √3/4 a സ്ക്വയർ.
√3/4 ഇൻറ്റു ഒരു വശം √3 അല്ലേ, √3ന്റെ സ്ക്വയർ. ആദ്യം പറഞ്ഞു സ്ക്വയറും റൂട്ടും വന്നാൽ തമ്മിൽ തല്ലി പിരിഞ്ഞു പോകും. സ്ക്വയറും റൂട്ടും ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യും? തമ്മിൽ തല്ലി പിരിഞ്ഞു പോകും. ചകട. അപ്പോ √3/4 ഇൻറ്റു ഇവിടെ സ്ക്വയറും റൂട്ടും പോയില്ലേ, ബാക്കി എന്തേ ഉള്ളൂ? 3 മാത്രമേ ഉള്ളൂ. അപ്പൊ എങ്ങനെ എഴുതാം? 3√3/4 എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? 3√3/4 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? ഒരു സൈഡ് √3 വന്നപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനായിട്ട്, പരപ്പളവ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉപയോഗിച്ചു. എന്താ? √3/4a². √3യും √3യുടെ സ്ക്വയറും റൂട്ടും ഒരുമിച്ച് വന്നാൽ തമ്മിൽ തല്ലി പിരിഞ്ഞു എന്ന് പറഞ്ഞു. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? ആ നമ്പർ എന്താണോ ആ നമ്പർ മാത്രമേ വരുള്ളൂ. ദാറ്റ് ഈസ് 3 ഇറ്റ്സെൽഫ്. സോ 3 ഇൻറ്റു √3/4, 3√3/4. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ദ റെഗുലർ ഹെക്സഗൺ വിത്ത് ലെങ്ത് ഓഫ് എ സൈഡ് 6 സെന്റിമീറ്റർ. എന്താണ് റെഗുലർ ഹെക്സഗൺ അല്ലെങ്കിൽ സമഷഡ്ഭുജം? ഹെക്സഗൺ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഹെക്സഗൺ എന്ന് പറയുന്നത് 6 വശങ്ങളുള്ള പോളിഗൺ ആണ്, അല്ലെങ്കിൽ ഷഡ്ഭുജം എന്ന് പറയുന്നത് 6 വശങ്ങളുള്ള പോളിഗൺ ആണ്. ഓക്കെ, അപ്പോ ഈ 6 വശങ്ങളുള്ള പോളിഗൺ സമഷഡ്ഭുജം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ റെഗുലർ ഹെക്സഗൺ എന്ന് പറയുമ്പോൾ ഈ 6 വശങ്ങളും എന്തായിരിക്കും? തുല്യമായിരിക്കും. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ഈ 6 വശങ്ങളുള്ള പോളിഗണൊക്കെ. 6 വശങ്ങളുണ്ട്. ഈ 6 വശങ്ങളും തുല്യമാണ്. റെഗുലർ ഹെക്സഗണിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ 6 വശങ്ങളും തുല്യമായതുപോലെ തന്നെ 6 ആംഗിളും തുല്യമായിരിക്കും അല്ലേ? ഒരാംഗിൾ എത്രയാ? ഒരാംഗിൾ 120 ആണ്. വേറെ രീതിയിൽ ഞാൻ പറഞ്ഞാൽ ഈ 6 വശങ്ങളും ചേരുന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. എന്താണ്? ഇതിൽ ഓരോ ട്രയാങ്കിളും എന്താണ്? ഇക്വിലാറ്ററൽ ആണ്. ഇതിൽ ഓരോ ട്രയാങ്കിളും എന്താണ്? സമഭുജ ത്രികോണമാണ്. ഓക്കെ, സമഭുജ ത്രികോണമാണ്. എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള ത്രികോണമാണ് ഈ 6 എണ്ണം ഉള്ളത്. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, ഇതിന്റെ എല്ലാ സൈഡ്സും എത്രയാന്ന് പറയുന്നുണ്ട്? കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് എ റെഗുലർ ഹെക്സഗൺ വിത്ത് ലെങ്ത് ഓഫ് ദ സൈഡ്സ് 6 സെന്റിമീറ്റർ. 6 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഒരു വശം അല്ലെ? ഇതിന്റെ വശങ്ങളെല്ലാം 6 സെന്റിമീറ്റർ ആണ്. അപ്പോ ഇതും 6 സെന്റിമീറ്റർ തന്നെ ആയിരിക്കില്ലേ? കാരണം ഇതെല്ലാം എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, അല്ലെങ്കിൽ സമഭുജ ത്രികോണങ്ങളാണ്. അപ്പോ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 6ഉം തുല്യമായ ത്രികോണങ്ങളാണ്, തുല്യ ത്രികോണങ്ങളാണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. 6ന്റെയും ഏരിയ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനാണെങ്കിൽ സമഷഡ്ഭുജത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് എന്തിനോട് തുല്യമാണ്? 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയയോട് തുല്യമാണ്. അതിന്റെ ഒരു വശം എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ എന്തെഴുതാം? ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ അല്ലെങ്കിൽ സമഷഡ്ഭുജത്തിന്റെ അല്ലെ, സമഷഡ്ഭുജത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാ? 6 ഇൻറ്റു ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഈക്വൽ ആണ്. അതിന്റെ സൈഡ് എല്ലാം 6 സെന്റിമീറ്റർ ആണ്. 6 ത്രികോണങ്ങളുടെ ഏരിയയോട് തുല്യമാണ്. 6 ഇൻറ്റു ട്രയാങ്കിൾ ആണ്. 6 ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഈക്വൽ ആണ്. ഇനി ഒരു ട്രയാങ്കിളിന്റെ ഏരിയ അപ്പൊ എന്തായി? 6 ഇൻറ്റു ഒരു ട്രയാങ്കിൾ, ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്ത് വരും? √3/4a². എന്താണ്? √3/4a² എന്ന് പറയുമ്പോ 6 ഇൻറ്റു √3/4 ഇൻറ്റു എ എന്ന് പറയുന്നത് ഒരു സൈഡ് അല്ലേ? എത്രയാ? 6 സെന്റിമീറ്റർ ആണ്. എ എന്ന് പറയുന്നത് ഒരു സൈഡ് 6 സെന്റിമീറ്റർ ആണ്. 6 ഇൻറ്റു 6. ഓക്കെ, √3/4 ഇൻറ്റു 6². 6 ഇൻറ്റു √3/4 ഇൻറ്റു 6 ഇൻറ്റു 6 എത്രയാ? 36.
4ന്റെ ടേബിളിൽ 36 ഇല്ലേ? 4ന്റെ ടേബിളിൽ 36 വരുന്നത് 9 പ്രാവശ്യം. 9 × 4 36. 9 4s are 36. അപ്പൊ എന്തായി? 9 × 6 × √3. 9 × 6 എത്രയാ? 54. 54 √3 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. എന്തിന്റെ ഏരിയ? റെഗുലർ ഹെക്സഗൺ അല്ലെങ്കിൽ സമഷഡ്ഭുജത്തിന്റെ ഏരിയ. സമഷഡ്ഭുജത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്തു? അത് 6 ത്രികോണത്തിന്റെ ഏരിയ ആണെന്ന് പറഞ്ഞു. ഈ ത്രികോണങ്ങളെല്ലാം എന്ത് ത്രികോണമാണ്? ഈ ട്രയാങ്കിൾസ് എല്ലാം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, അല്ലെങ്കിൽ സമഭുജ ത്രികോണങ്ങളാണ്. അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ √3/4a² ആണ്. അപ്പോ 6 ട്രയാങ്കിളിന്റെ ഏരിയ 1 2 3 4 5 6 അല്ലെ? 6 ട്രയാങ്കിൾ ഏരിയ അറിയാൻ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 6 ട്രയാങ്കിൾ ഏരിയ കിട്ടിയാൽ എന്തിന്റെ ഏരിയയായി? ഈ കാണുന്ന സമഷഡ്ഭുജത്തിന്റെ ഏരിയയായി. സമഭുജ ത്രികോണങ്ങളെല്ലാം 6 സമഭുജ ത്രികോണങ്ങളെല്ലാം ചേർന്നാൽ സമഷഡ്ഭുജത്തിന്റെ പരപ്പളവായി അല്ലെ? ഒരു റെഗുലർ ഹെക്സഗന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ റെഗുലർ ഹെക്സഗൺ എന്ന് പറയുന്നത് 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ചേരുന്നതാണ്. അപ്പൊ ഈ 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ നോക്കിയാൽ മതി. ഒരു ട്രയാങ്കിളിന്റെ ഏരിയ നോക്കിയിട്ട് അതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോയി. അപ്പൊ ഒരു സൈഡ് എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ 6 × 6 36. 36 4ന്റെ ടേബിളിൽ 9 പ്രാവശ്യം. അപ്പൊ അങ്ങനെ 9 വന്നു. ഇനി നമ്പേഴ്സ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 9 × 6 അത് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതി. 9 6 are 54. 54 √3. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് വൺ, കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ആൻഡ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് 6 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ ആൻഡ് അഗെയിൻ 6 സെന്റിമീറ്റർ. വശങ്ങളുടെ നീളം 8 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ ആയ ത്രികോണത്തിന്റെ ഉയരവും പരപ്പളവും കണക്കാക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പാറ്റേൺ അല്ലേ ഇതും? 8 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു ത്രികോണത്തിന്റെ ഉയരവും പരപ്പളവും കണക്കാക്കുക. 2 രീതിയിൽ ചെയ്യാം കേട്ടോ. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹെറോൺസ് ഫോർമുല ഉപയോഗിച്ചിട്ട് ഏരിയ കണ്ടുപിടിക്കാം. ആ ഏരിയയിൽ നിന്ന് ഹൈറ്റ് കണ്ടുപിടിക്കാം. നമുക്ക് ഗണന ചിന്തയാണ്. ഏത് രീതിയിൽ വേണേലും, കമ്പ്യൂട്ടേഷണൽ മാത്തമാറ്റിക്സ് ആണ്, ഏത് രീതിയിൽ വേണേലും നമുക്ക് ചെയ്യാൻ പറ്റും. 2 രീതി ഞാൻ പറയാം. ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 വശങ്ങൾ 6 സെന്റിമീറ്റർ ആയ സ്ഥിതിക്ക് ഇതൊരു സമപാർശ്വ ത്രികോണമാണ്, അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഇത് രണ്ടും 6 സെന്റിമീറ്റർ വീതം വന്നു. ഇത് 8 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. നേരത്തെ ചെയ്തതല്ലേ? നേരത്തെ ചെയ്തത് വെച്ച് ഇത് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും 4 വരില്ലേ? ഈ കാണുന്നതല്ലേ ഹൈറ്റ് വരിക അല്ലെ? അതില് ഒരു ട്രയാങ്കിൾ മാത്രം ഞാൻ, ലെഫ്റ്റ് സൈഡിലുള്ള ട്രയാങ്കിൾ മാത്രം ഞാൻ എടുക്കുന്നു. ഇത് 6 ആണ്, ഇത് 4 ആണ്. അപ്പൊ ഇത് എത്ര വരും? പൈതഗോറസ് തിയറം എത്ര വന്നു? ഇവിടെ ഒരു സ്ക്വയർ ഉണ്ടെങ്കിൽ ഇതിന്റെ ഏരിയ 16 ആണ്. ഇവിടെ ഒരു സ്ക്വയർ ഉണ്ടെങ്കിൽ ഇതിന്റെ ഏരിയ 36 ആണ്. 36 വരണമെന്നുണ്ടെങ്കിൽ ഈ ഹൈറ്റ് എത്ര വരും? അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഏരിയ എത്ര ആയിരിക്കും? 16ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 36 വരും? 16ന്റെ കൂടെ 20 കൂട്ടിയാൽ 36 വരും അല്ലെ? 16ന്റെ കൂടെ 20 കൂട്ടിയാൽ 36 വരും. അപ്പൊ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് √20 ആണ്. എത്രയാണ്? √20 ആണ്. ഈ √20 നമുക്ക് എങ്ങനെ കൊടുക്കാം? √5 × 4 എന്ന് കൊടുക്കാം. ഇതില് 4ന് റൂട്ടുണ്ട് അല്ലെ? 4ന്റെ റൂട്ട് എത്രയാ? 2 ആണ്. 2√5 ആയിരിക്കും എന്ത് വരിക? ഹൈറ്റ് വരിക. ഹൈറ്റ് വരുന്നത് 2√5 ആയിരിക്കും. ഇനി ഇതിൽ നിന്ന് ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ഏരിയ കണ്ടുപിടിക്കാൻ എങ്ങനെയാ? ഹാഫ് BH എടുക്കാം. ഇപ്പൊ ബേസ് എത്രയാ? ബേസ് 8 ആണ്. ഹൈറ്റ് എത്രയാ? ഹൈറ്റ് എത്ര കിട്ടി? 2√5 കിട്ടി. 2√5 കിട്ടി. അപ്പൊ ഹാഫ് ഇൻറ്റു ബേസ് 8 ആണ്, ഹൈറ്റ് 2√5 ആണ്. കട്ട് ചെയ്യാലോ. ഈ 2ഉം 2ഉം കട്ട് ചെയ്യാം. ബാക്കി എത്ര വരും? 8√5 വരും. 8√5 സെന്റിമീറ്റർ സ്ക്വയർ. ഇതൊരു മെത്തേഡ്. ഇതേ സാധനം തന്നെ ഹെറോൺസ് ഫോർമുല ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. ഹെറോൺസ് ഫോർമുല ഉപയോഗിക്കാൻ നമുക്ക് 3 സൈഡ്സ് ഉണ്ട് ഇല്ലേ? ഇത് രണ്ടും 6 ആണ്, ഇത് രണ്ടും 8 ആണ്. അപ്പൊ പെരിമീറ്റർ എടുക്കാം. ആദ്യം നമ്മൾ ചെയ്തെന്താ? പെരിമീറ്റർ 6 + 6 + 8 12ഉം 8ഉം എത്ര വരും? 20. പെരിമീറ്റർ 20 ആണ്. ഇനി പെരിമീറ്ററിന്റെ പകുതി
സെമി പെരിമീറ്റർ 20ന്റെ പകുതി എത്ര വന്നു? 10 വന്നു. ഓക്കെ, 10 വന്നു. ഇനി എസ് മൈനസ് എ എന്ന് പറയുമ്പോൾ 10 മൈനസ് 6 4. എസ് മൈനസ് ബി അതും 10 മൈനസ് 6 4. എസ് മൈനസ് സി എന്ന് പറയുമ്പോൾ 10 മൈനസ് 8 എത്രയാ? 2. ഇനി ഏരിയ കണ്ടുപിടിക്കേണ്ട എന്ത് ചെയ്തു? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എന്ന് പറയുമ്പോൾ എസ് എത്രയാ? 10. 10 ഇൻറ്റു 4 ഇൻറ്റു 4 ഇൻറ്റു 2. ആ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ പെയർ 2 4 ഉണ്ട്, അതിലൊരു 4 പുറത്തെടുത്തു. റൂട്ട് ഓഫ് 10 ഇൻറ്റു 2, 10നെ 5 ഇൻറ്റു 2 എന്ന് കൊടുക്കാം, 2. അപ്പൊ ഇവിടെ എന്തുണ്ട്? 2 പെയർ ഓഫ് 2 ഉണ്ട്. അപ്പൊ അതിൽ നിന്നും എന്ത് ചെയ്യാം? ഒരു 2നെ പുറത്തെടുക്കാം. എത്ര വരും? 4 ഇൻറ്റു 2 റൂട്ട് 5, 2 റൂട്ട് 5. അപ്പൊ എത്രയാ? 8 റൂട്ട് 5. സെയിം ഇവിടെ എന്ത് വന്നു? ഇവിടെ നമുക്ക് എത്ര വന്നേ? 8 റൂട്ട് 5 വന്നത്. ഇവിടെ നമുക്ക് എത്ര വന്നു? 8 റൂട്ട് 5 വന്നു. 2 രീതിയിലും ആൻസർ കിട്ടും. കുറച്ചുകൂടെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ഇതാണ്. നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇത് എന്തുപയോഗിച്ചു? ഹെറോൺസ് ഫോർമുല യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചു. ഇത് എന്തുകൊണ്ടാണ് ഈ സംഗതി സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് സമപാർശ്വ ത്രികോണമാണ്, അല്ലെങ്കിൽ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് മാത്രമാണ്. എനിക്ക് തോന്നുന്നു ടെക്സ്റ്റ് ട്യൂട്ടറിൽ മാത്രമാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ് എടുത്ത് പോവാം. വേറെ എവിടെ ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുക്കുന്നതിന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മള് എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് ഡീറ്റെയിൽ സ്റ്റെപ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കൊന്ന് ഫോളോ അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഒരു പാറ്റേൺ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആകാൻ പറ്റും. ഓക്കെ, പക്കായിട്ട് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇൻ ഡെപ്ത് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ 2 രീതിയും ഞാൻ പറയുന്നുണ്ട് അല്ലേ. ഒന്ന് എന്താ? ബേസിക് മെത്തേഡാണ്, ഐ മീൻ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് നമുക്ക് ചെയ്യാം. 2 ഹെറോൺസ് ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഏരിയ കിട്ടി, അവിടെ നമുക്ക് ഈസി ആയിട്ട് ഏരിയ കിട്ടി. നമുക്ക് ഹൈറ്റ് കണ്ടുപിടിച്ചാൽ മതിയാണ്. ഇവിടെ ഏരിയ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഹൈറ്റ് കണ്ടുപിടിക്കാം. ഏരിയ 8√5 കിട്ടിയ സ്ഥിതിക്ക് ഏരിയ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ആ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇത് 8√5 ആയി. 8√5 ഹാഫ് ഇൻറ്റു ബേസ് ആയിട്ട് എത്ര വന്നത്? 8 വന്നത്. ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു ഹൈറ്റ് ആണ് എത്ര? 8√5. ഒരു കാര്യം നോക്കിയാൽ ഇവിടെ 8 and 8 കട്ട് കളയാം. ഇനി 2 ഇപ്പുറത്ത് വന്നാലോ? ഹൈറ്റ് വിൽ ബി ഈക്വൽ ടു 2√5. നമുക്ക് ഇവിടെ ഹൈറ്റ് എത്ര കിട്ടിയേ? ദ സെയിം 2√5. ഓക്കെ, ഇപ്പൊ ചെയ്ത രീതി നല്ലപോലെ ഒന്ന് നോക്കിക്കേ. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം അതാണ് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ. നമുക്ക് എന്താ പറയേണ്ടത്? ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അതിന്റെ 2 സൈഡ് 6 സെന്റിമീറ്റർ ആണ്, ബേസ് 8 സെന്റിമീറ്റർ ആണ്. അതിൽ നിന്ന് നമ്മൾ ഹൈറ്റ് കണ്ടുപിടിക്കുന്ന രീതി നമ്മൾ അതിനകത്തൊരു റൈറ്റ് ട്രയാങ്കിൾ കൊണ്ടുവന്നു. അതിൽ നിന്ന് നമ്മൾ ഹൈറ്റ് കണ്ടുപിടിച്ചു. നമുക്ക് ഹൈറ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏരിയ കണ്ടുപിടിക്കാൻ എന്താ? ഹാഫ് ബി എച്ച് എടുത്താൽ മതി. ബേസും ഹൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്ക് ബേസും ഹൈറ്റും നമുക്ക് എന്ത് ചെയ്തു? ഫൈനലൈസ് ചെയ്തു എന്താണ് വരേണ്ടതെന്നുള്ളത്. അങ്ങനെ 8√5 സെന്റിമീറ്റർ സ്ക്വയർ അതിന്റെ ഏരിയ കിട്ടി. രണ്ടാമത് വേറൊരു ഓൾട്ടർനേറ്റ് പാത്രം എന്ന് പറഞ്ഞ എന്തായിരുന്നു? എന്ത്? ഹെറോൺസ് ഫോർമുല. ഹെറോൺസ് ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ ഏരിയ കണ്ടുപിടിച്ചു. ഏരിയയിൽ നിന്നും ഹൈറ്റ് കണ്ടുപിടിച്ചു. ഓക്കെ, ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം. ബെസ്റ്റ് ഐ പ്രിഫർ ദിസ് വൺ, പൈതഗോറസ് തിയറം. ഏതാ? ഈ ഒരു പാറ്റേൺ പൈതഗോറസ് തിയറം. ഈ ഒരു കോമൺ ലോജിക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു സാധനത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഹൈറ്റ് കണ്ടുപിടിക്കുന്നത്, ഏരിയ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, can I move on? Next one, calculate the area of the triangle with these as the length of the sides. Usually എന്ത് ഉപയോഗിക്കാം? 4, 13, 15. 4, 13, 15 ഇത് മൂന്ന് അളവിലാണ്. എന്തായാലും എന്തല്ല? ഐസോസിലസ് ട്രയാങ്കിൾ അല്ല, അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണമല്ല, സമഭുജ ത്രികോണവുമല്ല, എല്ലാ വശങ്ങളും തുല്യമല്ല.
അപ്പൊ ഇതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഹെറോൺസ് ഫോർമുല ഉപയോഗിക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? എല്ലാം ഉപയോഗിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ആദ്യം എന്തെടുക്കാം? പെരിമീറ്റർ. ഇതിന്റെ ചുറ്റളവ് ആദ്യം കണ്ടുപിടിക്കണം. വശങ്ങളുടെ നീളം 4, 13, 15 സെന്റിമീറ്റർ ആയ ത്രികോണങ്ങളുടെ പരപ്പളവ് കണ്ടുപിടിക്കാനാണ്. ഇതിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ത് ചെയ്യുക? ഇത് 3 കൂടെ കൂട്ടുക. 4 + 13 + 15 കൂട്ടുമ്പോ എത്ര വരും? 15 × 10 25 3 28. 28 എന്നാലും 32. പെരിമീറ്റർ 32 ആണ്. എസ് എത്ര വരും? 32ന്റെ പകുതി എത്രയാ? 16. ഇനി നമുക്ക് എന്ത് നോക്കാം? S - A. 16ൽ നിന്ന് 4 കുറയ്ക്കാം. 16 - 4 എത്ര വരും? 12. S - B. 16 - 13 എത്ര വരും? 3 വരും. S - C. 16 - 15 എത്ര വരും? 1 വരും. ഓക്കെ, ഇനിയോ? ഇനി ഏരിയ കണ്ടുപിടിക്കാം, പരപ്പളവ് കണ്ടുപിടിക്കാം. എന്താ ഇക്വേഷൻ? √(S × S - A × S - B × S - C. ഈ 3 നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. √(S) എന്ന് പറയുമ്പോൾ എസ് എത്രയായിരുന്നു? പെരിമീറ്ററിന്റെ പകുതിയായിരുന്നു അല്ലെ? പെരിമീറ്റർ എത്രയായിരുന്നു? 32 ആണ്. 32ന്റെ പകുതി എത്രയാ? 16 ആണ്. 16 × S - A എത്രയാ? 12. S - B എത്രയാ? 3. S - C 1. ഇനി നമുക്ക് പെയർ കൊണ്ടുവരാം എന്നുള്ളതാണ്. നമുക്ക് റൂട്ട് ഇത്രയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്താ? പെയർ ചെയ്യാം. 16ന് റൂട്ട് ഉണ്ട്. 16ന്റെ റൂട്ട് എത്രയാ? 4. അതിനെ ആദ്യം നമുക്ക് കൊടുത്തിട്ടോ. 12ന് 4 × 3 എന്ന് കൊടുക്കാലോ അല്ലേ? 4 × 3 × 3 × 1. 1 നടക്കുന്നതിന് കുഴപ്പമില്ല. ഇവിടെ 2 പേരുണ്ടല്ലോ. ഓൾറെഡി പുറത്തൊരു 4 ഉണ്ട്. ഈ 2 പേരിനും കൂടെ ഒരു പേർ പുറത്ത്, ഒരെണ്ണത്തിന് പുറത്തെത്തു. ബാക്കി എന്നുള്ള √4. √4 എത്രയാ? √4 എത്രയാ? 2 അല്ലെ? അപ്പൊ എത്രയാ? 4 × 3 × 2 എത്ര വരും? 6 × 4 എത്രയാ? 24. 24 cm². ഇസ് ഇറ്റ് ഗുഡ്? നമ്മൾ എന്താ ചെയ്തേ? ആദ്യം പെരിമീറ്റർ കണ്ടുപിടിച്ചു, പെരിമീറ്ററിന്റെ പകുതി എടുത്തു, പിന്നെ എന്ത് ചെയ്തു? ഓരോ വാല്യൂസും ഏതാ 3 സൈഡ്സും എന്ത് ചെയ്തു? പെരിമീറ്ററിന്റെ പകുതിയിൽ നിന്ന് മൈനസ് ചെയ്തു. S - A, S - B ആൻഡ് S - C. എന്നിട്ട് എന്ത് ചെയ്തു? ആ ഇക്വേഷൻ ഇട്ടിട്ട് കൊടുത്തു. ഏതാ ഇക്വേഷൻ? ഹെറോൺസ് ഫോർമുല. √(S × S - A × S - B × S - C. അത് സോൾവ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഏരിയ കിട്ടും. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് വൺ. 5, 12, 13 സെയിം അത് തന്നെയല്ലായിരുന്നോ? 5, 12, 13 4, 13, 15 ആണ്. ഓക്കെ, സെയിം പാറ്റേൺ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? 5, 12, 13ന്റെ നിങ്ങൾ തന്നെ ചെയ്തേ, ഒന്ന് പോസ് ചെയ്തിട്ട് തന്നെ ചെയ്തേ. ഇതിന്റെ ഫൈനൽ ആൻസർ എടുത്തിട്ട് നോക്കാം. സൈഡ്സ് വരുന്നത് 5, 12, 13 ആണ്. നമ്മൾ ആദ്യം എന്താ ചെയ്യണ്ടേ? പെരിമീറ്റർ കണ്ടുപിടിക്കണം. 5 + 12 + 13 എത്ര അറിയാം? 12 ഉം 13 25 5 ഉം 30 അല്ലെ? 30. അപ്പൊ പെരിമീറ്ററിന്റെ പകുതി എടുക്കുന്നു. 30ന്റെ പകുതി എത്ര വന്നു? 15 വന്നു. ഇനി എന്താ ചെയ്യാം? S - A എന്ന് പറയുമ്പോൾ 15 - 5 എത്രയാ? 10. S - B എന്ന് പറയുമ്പോൾ 15 - 12 എത്ര വരും? 3. S - C എന്ന് പറയുമ്പോൾ 15 - 13 ദാറ്റ് ഈസ് 2. ഓക്കെ, ഇനി എന്താ? ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ കണ്ടുപിടിക്കാൻ √(എന്താ? S × S - A × S - B × S - C. എന്താ വരാ? √(S × മീൻസ് 15 × S - A 15 - 5 10 × S - B 3 × 2. എന്തേലും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. 15നെ നമുക്ക് 5 × 3 എന്ന് കൊടുക്കാം അല്ലെ? 10 എന്നുള്ളത് 5 × 2 എന്ന് കൊടുക്കാം. ബാക്കി എന്താ ഉള്ളത്? ഇവിടെ ഒരു 3യും ഒരു 2 കൂടെ ബാക്കിയുണ്ട്. നമ്മൾ എന്താ ചെയ്തേ? 15 5 × 3 എന്ന് കൊടുത്തു. 10
5 into 2 എന്ന് കിട്ടും. ബാക്കി 3 into അത് എവിടെ എടുത്ത് എഴുതി. ഇനി നമ്മൾ നോക്കുമ്പോൾ റൂട്ടിനകത്ത് പെയറുണ്ട് ഇല്ലേ? ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്. 2 5 എടുത്തു, ഒരു 5 പുറത്തെടുത്തു. ദാ ഇവിടെ ഒരു 3 ഉണ്ട്, ദാ ഇവിടെ ഒരു 3 ഉണ്ട്, ഒരു 3 പുറത്തു വന്നു. ഇവിടെ ഒരു 2 ഉണ്ട്, ദാ ഇവിടെ ഒരു 2 ഉണ്ട്, ഒരു 2 പുറത്തു വന്നു. ബാക്കി റൂട്ടിനകത്ത് നമ്പേഴ്സ് ഒന്നും ഇല്ലല്ലോ, എല്ലാ നമ്പറും പുറത്തു വന്നില്ലേ? 2 എണ്ണം ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം പുറത്തെടുക്കാം. ഓക്കെ, ഇപ്പൊ എത്രയായി? 5 into 3 15, 15 into 2 30 തന്നെ. 30 cm² ആണ് എന്ത് വരിക? ഏരിയ വരിക. പെരിമീറ്ററും 30 ആണ്, ഏരിയയും 30 ആണ്. ക്ലിയർ? ചെയ്തു നോക്കിക്കേ. ഇത് തന്നെയല്ലേ നിങ്ങൾക്ക് കിട്ടിയത്? 30 cm² തന്നെയല്ലേ നിങ്ങൾക്ക് കിട്ടിയത്? ഓക്കെ, കിട്ടിയിട്ടുണ്ടെങ്കിൽ വെരി വെരി ഗുഡ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പോ ഈ ഒരു പാറ്റേൺ ഉപയോഗിച്ച്, ഹെറോൺസ് ഫോർമുല എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് ഏതൊരു ട്രയാങ്കിളിന്റെയും ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. അതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിക്കോട്ടെ, ഐസോസിലസ് ട്രയാങ്കിൾ ആയിക്കോട്ടെ, സമപാർശ്വ ത്രികോണമായാലും എന്താ പറയാ സമഭുജ ത്രികോണമായാലും, ഇത് 3 സൈഡും ഡിഫറെന്റ് ആയിട്ടുള്ള ട്രയാങ്കിൾ ആയാലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹെറോൺസ് ഫോർമുല യൂസ് ചെയ്തിട്ട് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ഏരിയ കണ്ടുപിടിക്കാനായിട്ട് എല്ലായ്പ്പോഴും ഹൈറ്റ് കണ്ടുപിടിക്കണം ഒരു നിർബന്ധമില്ല. ഇപ്പൊ മനസ്സിലായല്ലോ, ഏരിയ കണ്ടുപിടിക്കാൻ എല്ലായ്പ്പോഴും ഹൈറ്റ് കണ്ടുപിടിക്കണ്ട എന്നുള്ളൊരു ഉറപ്പ് കിട്ടിയല്ലോ. ഹൈറ്റ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 3 സൈഡിന്റെ മെഷർമെന്റ് കിട്ടിയാൽ മതി. ഓക്കെ, ഇനി ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കുന്ന രീതി നമ്മൾ പറഞ്ഞു. ഒന്നെങ്കിൽ 30 60 90 എടുക്കാം, അല്ലെങ്കിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഏരിയ എന്താ? √3/4a². ഒന്നുകൂടെ നോക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇക്വേഷൻ എന്താ? ഹാഫ് BH അല്ലെ? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇക്വേഷൻ എന്താണ്? ഹാഫ് BH. അതേപോലെ തന്നെ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ, എല്ലാ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഏരിയ എന്താ? √3/4a². ഇനി 3 വശങ്ങളും ഡിഫറെന്റ് ആണെങ്കിലോ എന്താ? √S into S minus a into S minus b into S minus c. അപ്പൊ ഈ എസ് എന്ന് പറയുന്നത് എന്താ? പെരിമീറ്ററിന്റെ പകുതിയാണ്. അതായത് ഈ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 3 സൈഡും കൂടെ ആഡ് ചെയ്യാം, അതിന്റെ പകുതി എടുക്കാം. അപ്പോ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഇക്വേഷൻസ് ആണിത്. ഓക്കെ, അപ്പൊ ഇതില് ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്, ഇറാഷണൽ ഡിവിഷൻ വരുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇറാഷണൽ നമ്പർ വരാൻ കാരണം എന്താ? ഇവിടെ റൂട്ടുള്ള ഒരു നമ്പർ വരുന്നതുകൊണ്ടാണ് ഇറാഷണൽ നമ്പേഴ്സ് അതിനകത്ത് വരാൻ സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഈ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനകത്ത് ഇത് ഉൾപ്പെടുത്തിയത്. ഓക്കെ, അപ്പോ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. കഴിഞ്ഞ സെഷൻസ് ഒക്കെ ത്രൂ ഔട്ട് നോക്കുക. ഈ ഒരു ചാപ്റ്റർ ഇത്ര ഇമ്പോർട്ടന്റ് ആണ്. പിന്നീട് അങ്ങോട്ടേക്കുള്ള നിങ്ങളുടെ പഠനത്തിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ ഒരു ഇറാഷണൽ നമ്പേഴ്സ്. അപ്പൊ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയും ഫിസിക്സിനൊക്കെ ഇതിനകത്ത് ഒരുപാട് യൂസേജ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ മാത്സിലൊന്നും ഒതുങ്ങുന്നില്ല ഈ ഒരു സംഗതി. കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു പാറ്റേൺ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഇതോടുകൂടി ഈ ചാപ്റ്ററിന്റെ എന്താ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ചാപ്റ്ററിൽ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നതിൽ നിന്ന് ഇത്രയും ടോപ്പിക് ആണുള്ളത്. ഈ 3 ഇക്വേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഇതിൽ നിന്ന് വരുന്ന പ്രോബ്ലംസും നല്ലപോലെ നോക്കുക. ടെക്സ്റ്റിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നല്ല പ്രോപ്പർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന് ശേഷം നമുക്കൊരു സെഷൻ നമുക്ക് കണ്ടക്ട് ചെയ്യാം. എങ്ങനെ ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇത് ടെക്സ്റ്റ് ബുക്ക് മാറിയതിനു ശേഷമുള്ള ആദ്യത്തെ എക്സാം ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഉപരി വരാൻ സാധ്യതയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇന്നും ഇന്നലെ തുടങ്ങിയ ചാപ്റ്റേഴ്സ് ഇന്നും ഇന്നലെ തുടങ്ങിയ ടോപ്പിക് ഒന്നുമല്ല. വർഷങ്ങളായിട്ട് ഈ ഒരു ടോപ്പിക് ഉണ്ട്. നിങ്ങളുടെ സിലബസിലോട്ട് കയറിയത് ഈ ഒരു വർഷങ്ങൾ മാത്രം. സോ നമുക്ക് ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും പഠിപ്പിച്ച അത്രയും നല്ലപോലെ വർക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത സെഷനിൽ അടുത്തൊരു ചാപ്റ്റർ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ.